ചിക്കൻ പെരളൻ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി, ഒരു 10-12 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, എരിവിനനുസരിച്ച് 3-4 പച്ചമുളക്, കുറച്ച് പെരുംജീരകം, ഇതെല്ലാം കൂടെ ചതച്ചെടുത്ത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് അവിടെ വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ചിക്കൻ തന്നെ വെള്ളം ഉണ്ടാവും. ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. കണ്ടല്ലോ, ഇപ്പോൾ തന്നെ വെള്ളം ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മളിനി കുറച്ച് നേരം നല്ല ഡ്രൈ ആയിട്ട് വേവിച്ച് എടുക്കണം. ഇപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ഇതൊന്ന് വറവിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. നല്ല വെളിച്ചെണ്ണയിൽ ചെയ്യുക. അതേപോലെ ചെറിയ ഉള്ളി, ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി മൊരിച്ചെടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതേപോലെ ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയൊക്കെ ചെയ്യാം. ഇതൊരു മീഡിയം എരിവേ ഉണ്ടാവുള്ളൂ. ഇനി കുറച്ച് നേരം അതൊന്ന് അവിടെ അടച്ചു വെച്ചാൽ നല്ല സെറ്റായിട്ട് കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.